ഈ ബസ് വിവാദം മേയർക്ക് മറുപടിയുമായി മന്ത്രി ഗണേഷ് കുമാർ. മേയർ ആവശ്യപ്പെട്ടാൽ 24 മണിക്കൂറിനകം ബസ്സുകൾ തിരിച്ചയച്ചേക്കാമെന്നും പകരം 150 എണ്ണം വാങ്ങുമെന്നും ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. കോർപ്പറേഷൻ KSRTCക്ക് വാങ്ങി നൽകിയ ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിന് പുറത്തേക്ക് ഓടിക്കുന്നുണ്ടെന്നും ഈ ബസ്സുകൾ തിരിച്ചുപിടിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും VV രാജേഷ് മേയറായി ചുമതലയേറ്റ ശേഷം പറഞ്ഞിരുന്നു. ഇതിന് മറുപടിയായാണ് മന്ത്രി ഇങ്ങനെ പ്രതികരിച്ചത്. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വാങ്ങി തന്നു എന്ന് പറയാൻ പറ്റില്ല, കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ സെൻട്രൽ ഷെയർ 500 കോടി രൂപയാണ്, സ്റ്റേറ്റ് ഷെയർ 500 കോടി രൂപയാണ്. ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ വകയായി 135.7 കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ പണം എന്ന് പറയുന്നതും സ്റ്റേറ്റ് ഷെയർ എന്ന് പറയുന്നതും സംസ്ഥാന ഖജനാവിൽ നിന്ന് പോകുന്നതാണ്. കേന്ദ്രം നൽകിയിട്ടുള്ളത് 500 കോടി. അപ്പോൾ ആ പദ്ധതിയുടെ 50% തുക, ഏതാണ്ട് 60% തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ്. ഈ വണ്ടി തിരുവനന്തപുരത്തിന് പുറത്ത് ഓടുന്നില്ല, മറ്റ് ജില്ലകളിൽ ഓടുന്നുണ്ടെന്ന് അദ്ദേഹം ബഹുമാനായ മേയർ പറഞ്ഞു കേട്ടു, ഞാൻ കണ്ടില്ല. പക്ഷേ ഒരു ജില്ലയിൽ ഓടുന്നില്ല, വേറൊരു ജില്ലയിൽ ഇത് ഓടിക്കാൻ പറ്റത്തില്ല. ഇതിന് ഭയങ്കര മെയിൻ്റനൻസ് ആണ്. പിന്നെ നെടുമങ്ങാട് താമസിക്കുന്നവരെയും പോത്തൻകോട് താമസിക്കുന്നവരെയും ആറ്റിങ്ങൽ താമസിക്കുന്നവരെയും നെയ്യാറ്റിൻകര താമസിക്കുന്നവരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, വണ്ടി കയറ്റൂല എന്ന് പറയാൻ കേരള സർക്കാരിന് കഴിയില്ല. അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്. അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ 113 വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം. കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാൻ, ഞങ്ങളുടെ ഡിപ്പോയിൽ നിന്ന് ഇടാൻ ഞങ്ങൾ പകരം 150 വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരും. ഇലക്ട്രിക് ബസ്സുകൾ കോർപ്പറേഷന്റേതല്ല. ബസ്സുകൾക്ക് കേന്ദ്രം നൽകിയത് 500 കോടി രൂപയാണ്. ഇതിന്റെ 60% സംസ്ഥാനത്തിന്റേതാണ്. 113 വാഹനങ്ങളും തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ രീതിയിൽ വാങ്ങിയതാണെന്നും മന്ത്രി പറഞ്ഞു. കോർപ്പറേഷനിലെ KSRTC വേറൊരു ജില്ലയിലും ഓടുന്നില്ല. ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് KSRTC ആണ്. ബാറ്ററി നശിച്ചാൽ മാറ്റിവെക്കാൻ 28 ലക്ഷം രൂപ വേണം. ഡ്രൈവറും വർക്ക്ഷോപ്പും കണ്ടക്ടറും എല്ലാം KSRTCയുടേതാണ്. മേയർ ആവശ്യപ്പെട്ടാൽ 24 മണിക്കൂറിനുള്ളിൽ 113 ബസ്സുകളും തിരിച്ചയക്കും. CMDക്ക് ഒരു കത്ത് കൊടുത്താൽ മാത്രം മതി. പകരം 150 ബസ് KSRTC സിറ്റിയിൽ ഇറക്കും. കോർപ്പറേഷൻ വണ്ടികൾ കൊടുത്താൽ KSRTCയുടെ സ്ഥലത്ത് ഇടാൻ സമ്മതിക്കില്ല. നെടുമങ്ങാട്, ആറ്റിങ്ങൽ, പോത്തൻകോട്, നെയ്യാറ്റിൻകര തുടങ്ങിയിടങ്ങളിൽ താമസിക്കുന്നവരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ലെന്നും വണ്ടിയിൽ കയറ്റാൻ പറ്റില്ലെന്നും പറയാൻ കേരള സർക്കാരിന് കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.